ഹായ് ലേണേഴ്സ്. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഹിസ്റ്ററിയുടെ 2024 ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ PYQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വേർ നോൺ ആസ് വിന്ധ്യശക്തി? ആരാണ് വിന്ധ്യശക്തി എന്ന് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഏത് ഡൈനാസ്റ്റിയിൽ നിന്നാണ് വിന്ധ്യശക്തി എന്ന വ്യക്തിയുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. പാണ്ഡ്യാസ്, ഗംഗാസ്, അങ്കാസ്, വാകാടകാസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് വാകാടകാസിൽ വരുന്ന ഒരു റൂളറാണ് വിന്ധ്യശക്തി. വാകാടക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം. വാകാടക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് വിന്ധ്യശക്തി എന്നുള്ളത് ഓർക്കുക. ഓക്കെ. ഇന്ത്യയിലെ 3rd ആൻഡ് 4th സെഞ്ചുറി CE കാലഘട്ടത്തിൽ സെൻട്രൽ ആൻഡ് സൗത്തേൺ ഇന്ത്യൻ ഒരു ഏരിയയിലാണ് വാകാടക ഡൈനാസ്റ്റി ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർട്ട്, കൾച്ചർ, പൊളിറ്റിക്സ് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ ധാരാളം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു വാകാടക ഡൈനാസ്റ്റി. വാകാടക ഡൈനാസ്റ്റിയുടെ എയർലി ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് വിദർഭയിലായിരുന്നു. അതായത് ഇപ്പോഴത്തെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലാണ് ഈ വിദർഭയുടെ ഇപ്പോഴത്തെ സ്ഥാനം ഏകദേശം കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഫൗണ്ടർ വിന്ധ്യശക്തി ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡെക്കാനിൽ ശാതവാഹനാസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സക്സസേഴ്സ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഈ ഒരു വാകാടക ഡൈനാസ്റ്റി. നോർത്തിൽ ഗുപ്ത എംപയറുമായിട്ട് ഒരു നല്ല റിലേഷൻ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള, അതായത് ഗുപ്താസും അതുപോലെ വാകാടകാസും തമ്മിലുള്ള ഫ്രണ്ട്ലി റിലേഷൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഗുപ്ത റൂളർ ആയിട്ടുണ്ടായിരുന്ന ചന്ദ്രഗുപ്തൻ സെക്കൻഡ്. അദ്ദേഹത്തിന്റെ മകളെ വാകാടക കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് CE 4ാം നൂറ്റാണ്ടിൽ ഷാഗ ക്ഷത്രപാസിൽ നിന്നും ഗുജറാത്ത് ഇദ്ദേഹം അനക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പ്രധാനപ്പെട്ട വാകാടക റൂളേഴ്സിനെയും കൂടി പറയാം. ആദ്യത്തെ വാകാടക റൂളറാണ് വിന്ധ്യശക്തി. അദ്ദേഹത്തിന്റെ പീരീഡ് വരുന്നത് 250 to 270 CE ആണ്. സിർക്ക 250 കേട്ടോ, അതായത് ഏകദേശം ഒരു പീരീഡ് ആണ് പറയുന്നത്. നെക്സ്റ്റ് പ്രവരസേന ഫസ്റ്റ്, അദ്ദേഹത്തിന്റെ പീരീഡ് 270 to 330 CE ആണ്. വിന്ധ്യശക്തിയുടെ മകനാണ് കേട്ടോ പ്രവരസേന ഫസ്റ്റ്. സാമ്രാട്ട് എന്ന് സ്വയം വിശേഷിപ്പിച്ച വാകാടക റൂളർ, ആദ്യമായിട്ട് വിശേഷിപ്പിച്ച വാകാടക റൂളറാണ് പ്രവരസേന ഫസ്റ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാകാടക റൂളറാണ് നരേന്ദ്രസേന. 330 to 355 CE ആണ് അദ്ദേഹത്തിന്റെ പീരീഡ്. വാകാടക കിങ്ഡം കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മിലിറ്ററി അച്ചീവ്മെന്റ്സ്, അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്ന എഫേർട്സും അതുപോലെ തന്നെ മിലിറ്ററി അച്ചീവ്മെന്റ്സും കൊണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു നരേന്ദ്രസേന. നെക്സ്റ്റ് റൂളറാണ് പൃഥ്വിസേന ഫസ്റ്റ്. 355 to 380 CE ആണ് അദ്ദേഹത്തിന്റെ പീരീഡ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് രുദ്രസേന ഫസ്റ്റ്. രുദ്രസേന ഫസ്റ്റിന്റെ പീരീഡ് വരുന്നത് 380 to 385 CE ആണ്. അടുത്തത് ദിവാകര സേന 385 to 400 CE. അടുത്തത് രുദ്രസേന സെക്കൻഡ് 400 to 415 CE ആണ് അദ്ദേഹത്തിന്റെ പീരീഡ്. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് അജന്ത കേവ്സിന് വേണ്ടുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് സപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പ്രവരസേന സെക്കൻഡ് 415 to 455 ആണ് അദ്ദേഹത്തിന്റെ പീരീഡ്. ഈ വാകാടക റൂളേഴ്സിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു റൂളറായിട്ട് കൺസിഡർ ചെയ്യുന്നത് പ്രവരസേന സെക്കൻഡിനെയാണ്. ഐഹോളെ ഇൻസ്ക്രിപ്ഷൻ ഇദ്ദേഹത്തിന്റെ പീരീഡ് പ്രവരസേന സെക്കൻഡിന്റെ കാലഘട്ടത്തിലായിരുന്നു. നെക്സ്റ്റ് റൂളറാണ് നരേന്ദ്രസേന സെക്കൻഡ്. 455 to 470 ആണ് ഇദ്ദേഹത്തിന്റെ പീരീഡ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ സ്റ്റേറ്റഡ് ദ ക്രേവിംഗ് ഫോർ ആൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി ഈസ് സോ ഡീപ് റൂട്ടഡ് ദാറ്റ് അൺലെസ് വി ഹാവ് എ കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്ക് ഓവർ ദ പാസ്റ്റ് വി ആർ ഡ്രോൺ എയ്തർ ടു മിസ്റ്റിസിസം ഓർ ടു സിനിസിസം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ജെ ഹുയിൻസിംഗ, എഫ് പൗക്കി, ബി റസൽ, ജെ ബി ബെറി എന്നിങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ശരിയായ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അതായത് ഓപ്ഷൻ 2 ആണ്, എഫ് പൗക്കി. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ he was an eminent historian known for his thoughtful reflections on the study of history. ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു എമിനന്റ് ഹിസ്റ്റോറിയൻ ആണ് എഫ് പൗക്കി. He emphasized the importance of having a constructive outlook on history to avoid falling into mysticism or cynicism. അതായത് അദ്ദേഹം ഊന്നൽ കൊടുത്തത് എന്തിനായിരുന്നു? ഹിസ്റ്ററിയിൽ ഒരു കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാക്കാനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്ക് ഹിസ്റ്ററിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി മിസ്റ്റിസിസം അല്ലെങ്കിൽ സിനിസിസത്തിലേക്ക് വീഴുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മിസ്റ്റിസിസം, സിനിസിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ മിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതായത് നിഗൂഢത നിറഞ്ഞിട്ടുള്ള സിനിമകൾ, അതിനാണ് മിസ്റ്റിക് സിനിമകൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഹിസ്റ്ററി അത്തരത്തിൽ നിഗൂഢമായ ആസ്പെക്റ്റുകളൊക്കെ കുറേ അധികം കയറി വരിക ഹിസ്റ്ററിയിൽ. അതുപോലെ സിനിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, നമ്മൾ കുറ്റപ്പെടുത്തുക, എന്തെങ്കിലും വിമർശിച്ചെഴുതാന്ന് പറയാൻ പറ്റില്ല, നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റൈറ്റിങ്ങിലേക്ക് ഹിസ്റ്ററി പോവാതെ ഒരു കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്കോടെ ഹിസ്റ്ററിയെ നോക്കി കാണുക, അല്ലെങ്കിൽ അത്തരത്തിൽ ഹിസ്റ്ററി എഴുതുക, അതിനൊക്കെയാണ് എഫ് പൗക്കി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. Then Pauci's statement highlights the human tendency to seek meaningful interpretations of historical events. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തിന് ഹൈലൈറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഹ്യൂമൻ ടെൻഡൻസി ടു സീക്ക് മീനിങ്ഫുൾ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്. ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സിന് മീനിങ്ഫുൾ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാനുള്ള ഹ്യൂമൻ ടെൻഡൻസിനെയാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ദെൻ അഡീഷണൽ ഇൻഫോർമേഷൻസ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്യാം. നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള മറ്റ് ഹിസ്റ്റോറിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജെ ഹുയിസിംഗ, അദ്ദേഹം ഒരു ഡച്ച് ഹിസ്റ്റോറിയൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ദ ഓട്ടം ഓഫ് ദ മിഡിൽ ഏജസ് എന്നാണ്. അദ്ദേഹത്തിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കൾച്ചറൽ ഹിസ്റ്ററിയിലായിരുന്നു. ഹിസ്റ്ററിയുടെ ഒരു ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷൻസിന് പകരം അല്ലെങ്കിൽ അതിലുപരിയായിട്ട് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മിഡീവൽ ലൈഫിന്റെ ഒരു അനാലിസിസിനായിരുന്നു. ഹിസ് ഫോക്കസ് വാസ് മോർ ഓൺ കൾച്ചറൽ ഹിസ്റ്ററി ആൻഡ് ദ അനാലിസിസ് ഓഫ് മിഡീവൽ ലൈഫ് റേദർ ദാൻ ദ ഫിലോസഫി ഓഫ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഹിസ്റ്ററി. ഇനി നെക്സ്റ്റ് ഹിസ്റ്റോറിയൻ ആണ് ബി റസൽ. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഫിലോസഫറും അതുപോലെ ഒരു ലൊജീഷ്യനുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് അനാലിറ്റിക്സ് ഫിലോസഫി, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളായിരുന്നു. അതുപോലെ സോഷ്യൽ ക്രിറ്റിസിസം, അതിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ആയിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഏരിയ ഓഫ് സ്റ്റഡി ആണ് പറയുന്നത് അനാലിറ്റിക് ഫിലോസഫിയും അതുപോലെ തന്നെ സോഷ്യൽ ക്രിറ്റിസിസവും. ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻസിനൊന്നും തന്നെ അദ്ദേഹം ഒരു എക്സ്റ്റെൻസീവ്ലി ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ, ആ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ള പോലെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻസിന് അദ്ദേഹം അത്ര അധികം പ്രാധാന്യം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഹിസ്റ്റോറിയൻ ജെ ബി ബെറി ഒരു ഐറിഷ് ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തിന്റെ മേജർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിസിസ്റ്റിക് ഹിസ്റ്റോറിയോഗ്രാഫർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് ക്ലാസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് റോമൻ ആൻഡ് ബൈസാൻറ്റൈൻ ഹിസ്റ്ററി ഒക്കെ അദ്ദേഹത്തിന്റെ മേജർ ഏരിയ ഓഫ് വർക്ക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കൂടുതലും എംപിരിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് are the chapters in the book titled What is History by H. Carr? H. Carrന്റെ What is History എന്ന ബുക്കിലെ ചാപ്റ്റേഴ്സിന്റെ ടൈറ്റിൽസ് ആണ് താഴെ നൽകിയിട്ടുള്ളത്. അതിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. The Historian and His Facts, Society and the People, History, Literature and Morality, Causation in History, The Widening Horizon എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ള ടൈറ്റിൽസ്. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം.
ശരിയായ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് ADE ഓൺലി. ദാറ്റ് മീൻസ് ദ ഹിസ്റ്റോറിയൻ ആൻഡ് ഹിസ് ഫാക്ട്സ്, കോസേഷൻ ഇൻ ഹിസ്റ്ററി, ദ വൈഡനിങ് ഹൊറൈസൺ എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ EH കാറിന്റെ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന വർക്കിലെ ചാപ്റ്റേഴ്സിന്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് പറയാം, നമുക്ക് ഈ ഒരു വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന EH കാറിന്റെ ബുക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 1961 EH കാർ ഹിസ്റ്റോഗ്രാഫിയിൽ അദ്ദേഹം ഹിസ്റ്റോഗ്രാഫിക്കൽ ഫീൽഡിൽ എഴുതിയിട്ടുള്ള ഒരു ഫേമസ് വർക്കാണ്, ഒരു നോൺ ഫിക്ഷൻ വർക്കാണ് വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന വർക്ക്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഹിസ്റ്ററി, അതുപോലെ ഫാക്ട്സ്, അതുപോലെ ബയസ് ഓഫ് ഹിസ്റ്റോറിയൻസ്, സയൻസ്, മൊറാലിറ്റി, ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി, അതുപോലെ മോറൽ ജഡ്ജ്മെന്റ് ഇൻ ഹിസ്റ്ററി എന്നീ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്. EH കാറിന്റെ ഫുൾ നെയിം പറയുകയാണെന്നുണ്ടെങ്കിൽ എഡ്വാർഡ് ഹാലറ്റ് കാർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം വരുന്നത്. ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ആൻഡ് പെൻഗ്വിൻ ബുക്സ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ബുക്ക് ഉള്ളത്. ഇനി നമുക്ക് ബുക്കിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു വർക്കിന് ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ഹിസ്റ്റോറിയൻ ആൻഡ് ഹിസ് ഫാക്ട്സ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ സൊസൈറ്റി ആൻഡ് ദ ഇൻഡിവിജ്വൽ. നമ്മുടെ ഓപ്ഷനിൽ സൊസൈറ്റി ആൻഡ് ദ പീപ്പിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അത് തെറ്റാണ്. സൊസൈറ്റി ആൻഡ് ദ ഇൻഡിവിജ്വൽ എന്നാണ് ശരിയായിട്ടുള്ള ഹെഡിങ് ആയിട്ട്, ചാപ്റ്ററിന്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. അത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇനി തേർഡ് ചാപ്റ്റർ വരുന്നത് ഹിസ്റ്ററി, സയൻസ് ആൻഡ് മൊറാലിറ്റി എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഹെഡിങ്സിൽ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. തന്നിരിക്കുന്ന ഹെഡിങ്സിൽ മൂന്നാമത് നൽകിയിട്ടുള്ളത് ഹിസ്റ്ററി, ലിറ്ററേച്ചർ ആൻഡ് മൊറാലിറ്റി എന്നാണ് അല്ലെ. അപ്പൊ അത് തെറ്റാണ്. ഹിസ്റ്ററി, സയൻസ് ആൻഡ് മൊറാലിറ്റി എന്നാണ് ശരിയായിട്ടുള്ള ചാപ്റ്റർ നെയിം. അടുത്തത് കോസേഷൻ ഇൻ ഹിസ്റ്ററി, ദെൻ ഹിസ്റ്ററി ആസ് പ്രോഗ്രസ് ബിഫോർ ഫിനിഷിംഗ് വിത്ത് എ ചാപ്റ്റർ, അതാണ് 5ാമത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ് ആയിട്ട് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഹിസ്റ്ററി ആസ് പ്രോഗ്രസ് ബിഫോർ ഫിനിഷിംഗ് വിത്ത് എ ചാപ്റ്റർ. ഇനി 6ാമത്തേത് ഓൺ ദ വൈഡനിങ് ഹൊറൈസൺ. ആക്ച്വലി ഈ ഒരു വർക്കിന്, അതായത് EH കാറിന്റെ ഈ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന വർക്കിന് ശരിക്കും 15 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഒരു 15 ചാപ്റ്റേഴ്സിന്റെ കളക്ഷൻ ആണ് ഈ ഒരു വർക്ക്. പക്ഷേ മെയിൻ ആയിട്ട് എക്സാംസിന് ചോദിച്ചു കാണുന്നത് ഈ ഒരു 6 ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ആ 6 ചാപ്റ്റേഴ്സിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which out of the following authors and books are correctly matched? താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ബുക്ക് ആൻഡ് ഓതർ ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ആർതർ മാർവിക്, ദ നേച്ചർ ഓഫ് ഹിസ്റ്ററി. മാർക്ക് ഫെറോ, സിനിമ ആൻഡ് ഹിസ്റ്ററി. ജോൺ ബോറോ, എ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററീസ്. ജെയിംസ് മൊനാക്കോ, ദ ഐഡിയ ഓഫ് ഹിസ്റ്ററി. ഓസ്കാർ ഹാൻഡ്ലിൻ, ട്രൂത്ത് ഇൻ ഹിസ്റ്ററി എന്നിങ്ങനെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 1 ആണ്, അതായത് ABC ആൻഡ് E ഓൺലി. ദാറ്റ് മീൻസ് ആർതർ മാർവിക്കിന്റെ വർക്ക് തന്നെയാണ് ദ നേച്ചർ ഓഫ് ഹിസ്റ്ററി. ദെൻ മാർക്ക് ഫെറോ തന്നെയാണ് സിനിമ ഇൻ ഹിസ്റ്ററിയുടെ ഓതർ വരുന്നത്. ജോൺ ബൊറോ ആണ് എ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററീസിന്റെ ഓതർ ആയിട്ട് വരുന്നത്. ഓസ്കാർ ഹാൻഡ്ലിൻ ആണ് ട്രൂത്ത് ഇൻ ഹിസ്റ്ററിയുടെ ഓതർ ആയിട്ട് വരുന്നത്. ബട്ട് ദ ഐഡിയ ഓഫ് ഹിസ്റ്ററി എന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ജെയിംസ് മൊനാക്കോ അല്ല, അത് RJ കോളിംഗ്വുഡിന്റെ വർക്കാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ അഡീഷണൽ ഇൻഫോർമേഷൻസിലേക്ക് പോവാം. ഫസ്റ്റത്തെ നമ്മുടെ ഓപ്ഷൻ നോക്കുക, അതായത് ദ നേച്ചർ ഓഫ് ഹിസ്റ്ററി ആണ് നമ്മുടെ ഫസ്റ്റ് ബുക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റൈറ്റർ ആർതർ മാർവിക് ആണ്. ആർതർ മാർവിക് ഒരു ബ്രിട്ടീഷ് സോഷ്യൽ ഹിസ്റ്റോറിയൻ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ വർക്കുകളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ് ദ നേച്ചർ ഓഫ് ഹിസ്റ്ററി. ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1970-ലാണ്. ഈ ഒരു വർക്കിന് 2 റീപ്രിന്റുകൾ വന്നിട്ടുണ്ട്, 1981-ലും 1989-ലും. ഈ ഒരു വർക്കിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ ഈ വർക്ക് ഡെവലപ്പ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ്.
അതായത് ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയുടെ പർപ്പസ്, അതുപോലെ അതിന്റെ മെത്തേഡ്, അതിലേക്കൊക്കെയുള്ള ഒരു ഗൈഡ് എന്നുള്ള ലെവലിൽ നമുക്ക് ഈ ഒരു നേച്ചർ ഓഫ് ഹിസ്റ്ററി എന്ന വർക്കിനെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഗുഡ് ഹിസ്റ്ററി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗുഡ് ഹിസ്റ്ററി ബാഡ് ഹിസ്റ്ററിയിൽ നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വർക്ക് സിനിമ ആൻഡ് ഹിസ്റ്ററി. മാർക്ക് ഫെറോ ആണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിന്റെ ഓഥറിന്റെ പേര്. ആക്ച്വലി ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആണ്. അതുകൊണ്ട് വർക്കിന്റെ പേര് സിനിമ ആൻഡ് ഹിസ്റ്ററി എന്നുള്ളത് അതിന്റെ ഒരു ഇംഗ്ലീഷ് ടേം, ഇംഗ്ലീഷ് നെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഈ വർക്ക് ഒറിജിനലി പബ്ലിഷ് ചെയ്യുന്നത് 1977 ഞാൻ പറഞ്ഞു ഈ വർക്കിന്റെ ഒറിജിനൽ പബ്ലിക്കേഷൻ വരുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിലാണ്. ഈ നെയിം അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. സിനിമ എറ്റ് ഹിസ്റ്ററി, അതായത് സ്പെല്ലിങ് വരുന്നത് സിനിമയുടെ സ്പെല്ലിങ് കറക്റ്റ് തന്നെയാണ്. ദെൻ എറ്റ് സ്പെല്ലിങ് വരുന്നത് ET, ദെൻ ഹിസ്റ്ററിയുടെ സ്പെല്ലിങ് വരുന്നത് HISTORIE എന്നിങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് വർക്ക് എ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററീസ്. JW ബോറോന്റെ വർക്കാണ് അത്. ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹം. 2007 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. ഈ ബുക്കിന്റെ ഫുൾ നെയിം വരുന്നത് എ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററീസ്, എപ്പിക്സ്, ക്രോണിക്കിൾസ്, റൊമാൻസസ് ആൻഡ് ഇൻക്വയറീസ് ഫ്രം ദ ഹെറഡോട്ടസ് ആൻഡ് തോസിഡൈഡ്സ് ടു ദ 20th century എന്നാണ്. നെക്സ്റ്റ് വർക്ക് ദ ഐഡിയ ഓഫ് ഹിസ്റ്ററി എന്ന വർക്കാണ്. അതിന്റെ ഓഥർ വരുന്നത് RG കോളിംഗ്വുഡ് ആണ്. RG കോളിംഗ്വുഡ് ഒരു ഗ്രേറ്റ് ഓക്സ്ഫോർഡ് ഫിലോസഫറും ഹിസ്റ്റോറിയനും ആർക്കിയോളജിസ്റ്റും കൂടിയായിരുന്നു. ഈ വർക്ക് ഒറിജിനലി പബ്ലിഷ് ചെയ്യുന്നത് 1946 ഹെറഡോട്ടസിന്റെ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക്, അതായത് ഇപ്പോഴത്തെ അല്ല, അദ്ദേഹത്തിന്റെ പീരീഡിലെ ഒരു 20th century കാലഘട്ടത്തിലേക്ക് ഉള്ള ഒരു ഹിസ്റ്ററിയുടെ ഐഡിയ ഉണ്ടല്ലോ, അതിന്റെ ഒരു എവല്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എവോൾവ് ചെയ്ത് വന്നത് എന്ന കാര്യമാണ് ഈ ഒരു ദ ഐഡിയ ഓഫ് ഹിസ്റ്ററി എന്ന വർക്കിൽ RG കോളിംഗ്വുഡ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വർക്ക് ട്രൂത്ത് ഇൻ ഹിസ്റ്ററി. അതിന്റെ ഓഥർ വരുന്നത് ഓസ്കാർ ഹാൻഡിൽ ആണ്. ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഫസ്റ്റിൽ ഡെസിഗ്നേഷൻ ഓഫ് ആർമി ഒഫീഷ്യൽസ്, ദെൻ ലിസ്റ്റ് സെക്കൻഡിൽ അവരുടെ സാലറി എമൗണ്ടുമാണ് നൽകിയിട്ടുള്ളത്. ഇത് മൗര്യൻ പീരീഡിലാണ്. ഓക്കെ, ലിസ്റ്റ് ഫസ്റ്റ് നോക്കാം. സേനാപതി, നായക, മുഖ്യസ്, അധ്യക്ഷസ് എന്നിങ്ങനെയാണ്. ലിസ്റ്റ് സെക്കൻഡിൽ 8000 പണ, 12000 പണ, 4000 പണ, 48,000 പണ എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ്, അതായത് ഇത് കണക്ട് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ എന്തെന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് A കണക്ട് ആവുന്നത് 4 ആയിട്ടാണ്, B കണക്ട് ആവുന്നത് സെക്കൻഡ് ആയിട്ടാണ്, C കണക്ട് ആവുന്നത് ഫസ്റ്റ് ആയിട്ടാണ്, D കണക്ട് ആവുന്നത് 3 ആയിട്ടാണ്. അതായത് സേനാപതി 48,000 പണ, നായക 12,000 പണ, മുഖ്യസ് 8,000 പണസ്, അധ്യക്ഷസ് 4,000 പണസ് എന്നിങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മൗര്യൻ പീരീഡിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട്. അഡ്മിനിസ്ട്രേഷനിലെ ആർമി ഒഫീഷ്യൽസിന്റെ സാലറി സ്കെയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ആർമിയെ കുറിച്ചിട്ട്, മൗര്യൻ പീരീഡിലെ ആർമിയെ കുറിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ നൽകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് മെഗസ്തനീസിന്റെ വർക്കാണ്. മെഗസ്തനീസ് നമുക്കറിയാം ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു. അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ പീരീഡിലായിരുന്നു ഗ്രീക്ക് അംബാസിഡർ ആയിട്ട് മെഗസ്തനീസ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഇൻഡിക്ക. ആ ഒരു ഇൻഡിക്ക എന്ന വർക്കിൽ അദ്ദേഹം പറയുന്നത് മൗര്യൻ ആർമി കൺസിസ്റ്റഡ് ഓഫ് 6 lakh infantry, 30,000 cavalry, 9,000 elephants and unnamed number of chariots. അതായത് 6 ലക്ഷത്തോളം ഇൻഫൻട്രി ഉണ്ട്, 30,000-ഓളം കാവൽറി ഉണ്ട്, 9,000-ഓളം എലിഫന്റ് ഉണ്ട്, അതുപോലെ ചാരിയറ്റ്സ്, നമ്പർ ഓഫ് ചാരിയറ്റ്സ് ആണ് ഉള്ളത്. ദെൻ മിലിറ്ററിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ എൻറ്റയർ മിലിറ്ററി, അതിനെയാണ് സേനാപതി എന്ന് പറയുന്നത്.
എംപററിന്റെ പൊസിഷന്റെ നെക്സ്റ്റ് ആയിട്ട്, അതായത് തൊട്ട് താഴെയായിട്ട് അറിയപ്പെടുന്ന ഒരു പൊസിഷൻ ആയിരുന്നു സേനാപതിയുടെ പൊസിഷൻ. ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത് എംപറർ തന്നെയായിരുന്നു. മിലിറ്ററി 5 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഫൻട്രി, കാവൽറി, ചാരിയറ്റ്സ്, എലിഫന്റ് ഫോഴ്സ്, നേവി ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊവിഷൻസ് എന്നിങ്ങനെ. ദെൻ ആർമിയുടെ സാലറി ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് പണ എന്ന് അറിയപ്പെടുന്നത്. പണ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 8,000 പണ, 4,000 പണ, അങ്ങനെ. ദെൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു മൗര്യൻ പീരീഡില് ഒരു ഗ്രൂപ്പ് ഓഫ് ഹെറിഡിറ്ററി സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് പരമ്പരാഗതമായിട്ട് സോൾജിയേഴ്സ് ആയിട്ട് വരുന്ന ഫാമിലി. ഓക്കെ, അവരെന്നെ മൗല എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. MAULA, മൗല, അങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിനോട് കണക്ട് ആയത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ദ ഹെറിഡിറ്ററി സോൾജിയേഴ്സ് ഓഫ് ദ മൗര്യൻ പീരീഡ് വർ നോൺ ആസ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് മൗല ആണ്. മൗലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹെറിഡിറ്ററി സോൾജിയേഴ്സ് ആണ്. അവരുടെ ആ സോൾജിയർ എന്നുള്ള ഒരു പൊസിഷൻ, പ്രൊഫഷൻ അവരുടെ പൂർവികരിൽ നിന്നും കൈമാറി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പ്രൊഫഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ആർമിയെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയാണ് ബേസിക് ഡീറ്റെയിൽസ് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ. ഫസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോർട്ട് സെറ്റപ്പ് ഇൻ കൽക്കട്ട ബൈ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏഷ്യാറ്റിക് സൊസൈറ്റി ഫൗണ്ട് ബൈ സർ വില്യം ജോൺസ്. കോൺവാലിസ് കോഡ് ഇനാക്റ്റഡ്. ലോർഡ് വെല്ലസ്ലീസ് മിനിറ്റ് ഓൺ കൽക്കട്ട ടൗൺ ഇംപ്രൂവ്മെന്റ്. ബ്രിട്ടീഷ് ടേക്ക് ഓവർ ദ ഡെക്കാൻ. ബോംബെ ബിക്കെയിംസ് ദ ക്യാപിറ്റൽ ഓഫ് ന്യൂ പ്രോവിൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അതായത് തന്നിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണ് അതിന്റെ ക്രൊണോളജിക്കലി ഉള്ള അറേഞ്ച്മെന്റും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ NTA നെറ്റ് എക്സാമിന് ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്തായാലും നമ്മളൊരു കണ്ടന്റ് പഠിക്കുമ്പോൾ അതിൽ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള വർഷം കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓരോ ഇവന്റുകളും ഇന്ന ഇവന്റ് കഴിഞ്ഞാണ് അടുത്ത ഇവന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കി തന്നെ പോവാം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കണക്ട് ചെയ്ത് തന്നെ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലെ എക്സ്പ്ലനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സുപ്രീം കോർട്ട് സെറ്റപ്പ് ഇൻ കൽക്കട്ട ബൈ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ കൽക്കട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു സുപ്രീം കോർട്ട് സെറ്റപ്പ് ചെയ്തതിന്റെ വർഷം വരുന്നത് 1774 ആണ്. 22 ഒക്ടോബർ 1774 ഈ ഇതിന്റെ കറക്റ്റ് ഒരു ഡേറ്റ് വരുന്നത്. അതായത് കൽക്കട്ടയിലെ സുപ്രീം കോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു കറക്റ്റ് ഡേറ്റ് വരുന്നത് 22 ഒക്ടോബർ 1774. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ ഒരു ബേസിലാണ് ഈ ഒരു സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത്. മേയേഴ്സ് കോർട്ട് ഓഫ് കൽക്കട്ട. മേയർ, അതായത് സ്പെല്ലിംഗ് പറയാം, MAYERS, മേയേഴ്സ് കോർട്ട് ഓഫ് കൽക്കട്ട. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സുപ്രീം കോർട്ട് കൽക്കട്ടയിൽ നിലവിൽ വരുന്നത്. ഫസ്റ്റ് ജഡ്ജ് ആയിരുന്നത് സർ എലീജ ഇംബ്ലെ ആയിരുന്നു. ഈ സുപ്രീം കോർട്ടിന് ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ ബേസിലാണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. 22 ഒക്ടോബർ 1774 കൽക്കട്ട സുപ്രീം കോർട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. മേയേഴ്സ് കോർട്ട് ഓഫ് കൽക്കട്ടയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൽക്കട്ട സുപ്രീം കോർട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. സർ എലീജ ഇംബ്ലെ ആയിരുന്നു ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിട്ട്, ഫസ്റ്റ് ജഡ്ജ് ആയിട്ട് ഉണ്ടായിരുന്നത്. ദെൻ ലെമൈസ്റ്റർ, അദ്ദേഹവും ഇവിടുത്തെ ഒരു ജഡ്ജ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ല, ജഡ്ജ് ആയിരുന്നു. ദെൻ ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരുമായിരുന്നു ഈ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ
ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫൗണ്ട് ചെയ്യുന്നത് സർ വില്യം ജോൺസ് ആണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ലോയറും ഓറിയന്റലിസ്റ്റും ആയിരുന്നു. ഓറിയന്റൽ സ്റ്റഡീസ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തില് ഏഷ്യാറ്റിക് സൊസൈറ്റി ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനുവരി 15, 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ബംഗാളിൽ അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കോട്ടെ, ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഇതിന്റെ ആദ്യകാലത്തെ പേര് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് തന്നെയാണ്. പക്ഷെ ആ ഏഷ്യാറ്റിക്കിന്റെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട്. ASIATICK എന്നായിരുന്നു. ദെൻ 1825 ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ASIATIC എന്നുള്ള ആ ഒരു സ്പെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന സ്പെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തത് മാത്രം ഇതിന്റെ കൂടെ. ദെൻ 1832 പിന്നെയും ഇതിന്റെ നെയിം ചേഞ്ച് ചെയ്ത് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ 1936 അഗെയിൻ റീനെയിം ചെയ്തു ദ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പാർക്ക് സ്ട്രീറ്റ് ഇൻ കൊൽക്കത്ത എന്ന ഒരു ബിൽഡിങ്ങിലാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കോൺവാലീസ് കോഡ് ഇനാക്റ്റഡ്. അപ്പോൾ കോൺവാലീസ് കോഡ് ഇനാക്ട് ചെയ്തിട്ടുള്ളത് ഏത് പീരീഡ് ആണെന്നുള്ളത് നമുക്ക് അറിയണം. 1793 കോൺവാലീസ് കോഡ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലത്തെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ലോർഡ് കോൺവാലീസ് ആണ് ഇത് പാസ്സാക്കിയത്. ഈ കോൺവാലീസ് കോഡിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഷൻസ് ഫോർ ഗവേണിംഗ് ദ പോലീസിംഗ്, ജുഡീഷ്യറി ആൻഡ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള ജുഡീഷ്യറി, പോലീസിംഗ്, സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇതിനൊക്കെ വേണ്ടുന്ന പ്രൊവിഷൻസ് ആണ് ഈ കോൺവാലീസ് കോഡിൽ ഉള്ളത്. ദെൻ ഈ ഒരു കോൺവാലീസ് കോഡിന്റെ കൂടെ അതിൽ പറയുന്ന മറ്റൊരു റെഗുലേഷൻ ആണ്, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവീസസ് 3 ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് റവന്യൂ, ജുഡീഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ എന്നിങ്ങനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 2 ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ആ 2 ബ്രാഞ്ചസിലും പ്രൈവറ്റ് ട്രേഡ്, ആ 2 ബ്രാഞ്ചസിലുള്ള മെമ്പേഴ്സിലും പ്രൈവറ്റ് ട്രേഡ് ഫോർബിഡൻ ചെയ്തിരിക്കുകയാണ്. ദെൻ ലാൻഡ് റവന്യൂ അസസ്മെന്റ് പെർമനന്റ്ലി ജമീന്ദാർസിന് അല്ലെങ്കിൽ ഹെറിഡിറ്ററി റവന്യൂ കളക്ടേഴ്സിന് ഫിക്സഡ് ആക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോൺവാലീസ് കോഡോട് കൂടിയിട്ടാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലോർഡ് വെല്ലസ്ലീസ് മിനിറ്റ് ഓൺ കൽക്കട്ട ടൗൺ ഇംപ്രൂവ്മെന്റ് ആണ്. അതിന്റെ ഇയർ വരുന്നത് 1803 1803 ലോർഡ് വെല്ലസ്ലി ടൗൺ പ്ലാനിങ്ങിന്റെ ഒരു നീഡ്സ് ഒക്കെ എംഫസൈസ് ചെയ്യുന്ന ഒരു മിനിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കുറേയധികം ഇഷ്യൂസ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്രൗഡിങ്, എക്സസീവ് വെജിറ്റേഷൻ, ഡേർട്ടി ടാങ്ക്സ്, പുവർ ഡ്രെയിനേജ്, അത്തരം കാര്യങ്ങളൊക്കെ ധാരാളം അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ധാരാളം ഡിസീസസ് വരുന്നത് എന്നെല്ലാം അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ടൗൺ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം, അതായത് ഒരു പബ്ലിക് ഹെൽത്ത് ആണ് അദ്ദേഹത്തിന്റെ കൺസേൺ ആയിട്ടുണ്ടായിരുന്നത്, അതിനു വേണ്ടിയിട്ട് ഒരു ടൗൺ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഒരു മിനിറ്റ് അദ്ദേഹം തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ധാരാളം കമ്മിറ്റീസിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതായത് അർബൻ ചാലഞ്ചസ്, ദെൻ ലീഡിങ് ടു ദ ക്ലിയറൻസ് ഫോർ ബസാർസ്, അതായത് ബസാറുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഗാർഡ്സ്, ബറിയൽ ഗ്രൗണ്ട്സ്, അത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവിധ കമ്മിറ്റികൾ തന്നെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൽക്കട്ട ടൗണിനെ അദ്ദേഹം ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവിടുത്തെ ഡേർട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു മിനിറ്റ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ബ്രിട്ടീഷ് ടേക്ക് ഓവർ ദ ഡെക്കാൻ, ബോംബെ ബിക്കെയിംസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പ്രോവിൻസ്. 1819 ഇത് നടക്കുന്നത്. Bombay was declared the capital of Bombay Presidency after the defeat of the Marathas in the Anglo-Maratha War in 1819. 1819
ബോംബെ പ്രസിഡൻസിയുടെ ക്യാപിറ്റൽ ആയിട്ട് ബോംബെനെ ഡിക്ലെയർ ചെയ്യാണ്. മറാത്ത സോറി ആംഗ്ലോ മറാത്ത വാറില് മറാത്താസിന്റെ ഒരു തോൽവിക്ക് ശേഷമാണ് കേട്ടോ ഇത്തരത്തില് ബോംബെ പ്രസിഡൻസിയുടെ ക്യാപിറ്റൽ ആയിട്ട് ബോംബെനെ ഡിക്ലെയർ ചെയ്യുന്നത്. 3 പ്രസിഡൻസികളാണ് ഈ ഒരു കാലഘട്ടത്തില് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ബംഗാൾ, ബോംബെ, മദ്രാസ് എന്നിങ്ങനെയാണ് അത്. ഈ പ്രസിഡൻസീസിനൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റീസ് ആണ് ക്യാപിറ്റൽസ് ആയിട്ടുണ്ടായിരുന്നത്. ബോംബെ പ്രസിഡൻസിക്ക് ബോംബെ ആയിരുന്നു ക്യാപിറ്റൽ, ബംഗാൾ പ്രസിഡൻസിക്ക് കൽക്കട്ട ആയിരുന്നു ക്യാപിറ്റൽ, മദ്രാസ് പ്രസിഡൻസിക്ക് മദ്രാസ് തന്നെയായിരുന്നു ക്യാപിറ്റൽ ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ടൈം ലൈൻ ഓഫ് ട്രാവലേഴ്സ് വിത്ത് ദെയർ അക്കൗണ്ട്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. താഴെ തന്നിട്ടുള്ള ട്രാവലേഴ്സിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് സിമ്പിളായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ട്രാവലേഴ്സിന്റെ പേര് വായിക്കാം. ഇബിൻ ബത്തൂത്ത, മാർക്കോ പോളോ, അന്റോണിയോ മോൺസെററ്റെ, ഫ്രാങ്കോയിസ് ബെർണിയർ, അൽ ബിറൂണി എന്നിവരാണ് ഇതിൽ തന്നിട്ടുള്ള ട്രാവലേഴ്സ്. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡാണ് നമ്മുടെ ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് EBACD എന്നിങ്ങനെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അതായത് അൽ ബിറൂണി, മാർക്കോ പോളോ, ഇബിൻ ബത്തൂത്ത, അന്റോണിയോ മോൺസെററ്റെ, ഫ്രാങ്കോയിസ് ബെർണിയർ എന്നിങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ക്രൊണോളജിക്കലി ഓർഡർ വരുന്നത്. അൽ ബിറൂണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പീരീഡ്, അതായത് അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 1017 കാലഘട്ടത്തിലാണ്. അതായത് 11th സെഞ്ചുറി CE എന്ന് പറയാം. ഇദ്ദേഹം ഒരു പേർഷ്യൻ ഹിസ്റ്റോറിയനും അതുപോലെ മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമറും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് കിതാബുൽ ഹിന്ദ്, ആ ഒരു വർക്ക്. അപ്പോൾ ആ ഒരു വർക്കിന്റെ പീരീഡ് വരുന്നതും 11th സെഞ്ചുറി ആണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അൽ ബിറൂണി ഇന്ത്യയിലേക്ക് വരുന്നത് സുൽത്താൻ മുഹമ്മദ് ഗസ്നിയുടെ ഒരു പീരീഡിലാണ്, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് വരുന്നത്. ഭരണകാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും മുഹമ്മദ് ഗസ്നി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അൽ ബിറൂണി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. then ഇദ്ദേഹം ഒരു ഇറാനിയൻ സ്കോളർ ആണെന്നുള്ളത് കൂടി ഓർക്കുക. നെക്സ്റ്റ് പറയുന്നത് മാർക്കോ പോളോ. മാർക്കോ പോളോ ഒരു ഇറ്റാലിയൻ ട്രാവലർ ആണ്. ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 1288 1292 കാലഘട്ടത്തിലാണ്, CE കാലഘട്ടത്തിലാണ്. അദ്ദേഹം പാണ്ഡ്യ ഡൈനാസ്റ്റിയുടെ ആ ഒരു പീരീഡിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ. നെക്സ്റ്റ് വൺ ഇബിൻ ബത്തൂത്ത. അദ്ദേഹം AD അല്ലെങ്കിൽ CE 1333 ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇബിൻ ബത്തൂത്തയുടെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് റിഹ്ല, അതായത് കിതാബ് ഉൽ റിഹ്ല. ട്രാവൽ അക്കൗണ്ട്സ് ആണ് ഇതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ അന്റോണിയോ മോൺസെററ്റെ. ഇദ്ദേഹം പോർച്ചുഗലിൽ പരിശീലനം നേടിയ ഒരു കറ്റാലൻ ജെസ്യൂട്ട് ആയിരുന്നു. 1580 ഇദ്ദേഹം മുഗൾ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്ന ഫത്തേപൂർ സിക്രിയിലേക്ക് വരുന്നുണ്ട്. അത് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത് അക്ബർ ചക്രവർത്തി ആയിരുന്നു കേട്ടോ. മുഗൾ കിങ് ആയിട്ടുണ്ടായിരുന്ന, മുഗൾ എംപറർ ആയിട്ടുണ്ടായിരുന്ന അക്ബർ ചക്രവർത്തി ആയിരുന്നു ഇദ്ദേഹത്തിനെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് ഫത്തേപൂർ സിക്രിയിലേക്ക്. 1580 പീരീഡ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു പോർച്ചുഗീസ് പ്രീസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക. മുൻപ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ അന്റോണിയോ മോൺസെററ്റിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയിൽ വരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അക്ബർ ചക്രവർത്തിയുടെ മകനായിട്ടുള്ള മുറദ്, അദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്ബർ ചക്രവർത്തി അന്റോണിയോ മോൺസെററ്റിനെ കോർട്ടിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്രാങ്കോയിസ് ബെർണിയർ. 1658 അദ്ദേഹത്തിന്റെ പീരീഡ് വരുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിസിഷ്യനും അതുപോലെ തന്നെ ഒരു ട്രാവലറുമായിരുന്നു. മുഗൾ പ്രിൻസ് ആയിട്ടുണ്ടായിരുന്ന ധാരാ ഷിക്കോവിന്റെ ഒരു പേഴ്സണൽ ഫിസിഷ്യൻ ആയിരുന്നു ഫ്രാങ്കോയിസ് ബെർണിയർ.
ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ. നെക്സ്റ്റ് ഒരു ഫേമസ് ആയിട്ടുള്ള വർക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ വർക്കാണ് ദ ഹിസ്റ്ററി ഓഫ് ദ ലേറ്റ് റെവല്യൂഷൻ ഓഫ് ദ എംപയർ ഓഫ് ദ ഗ്രേറ്റ് മുഗൾ. ഓക്കെ, അപ്പോൾ ഫ്രാങ്കോയിസ് ബെർണിയർ ആരുടെ കോർട്ടിലായിരുന്നു? മുഗൾ പ്രിൻസ് ആയിട്ടുണ്ടായിരുന്ന ദാരാ ഷിക്കോ അദ്ദേഹത്തിൻ്റെ കോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പേഴ്സണൽ ഫിസിഷ്യൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അന്റോണിയോ മോൺസെറിറ്റെ അക്ബർ ചക്രവർത്തിയുടെ കോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അക്ബർ ചക്രവർത്തിയുടെ മകൻ്റെ ട്യൂട്ടറായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഓക്കെ, ഫ്രാങ്കോയിസ് ബെർണിയറിൻ്റെ ഇയർ 1658. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 തന്നെയാണ്. EBACD അതാണ് കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ ഏർലിയസ്റ്റ് വേദിക് ലിറ്ററേച്ചർ കംസ് ഫ്രം എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഡാഷ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏർലിയസ്റ്റ് വേദിക് ലിറ്ററേച്ചർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്രേറിയൻ എക്കണോമി, പാസ്റ്റോറലിസം, സെറ്റിൽഡ് അഗ്രേറിയൻ എക്കണോമി, കൊമേഴ്ഷ്യൽ അർബൻ എക്കണോമി എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അത് ഓപ്ഷൻ സെക്കൻഡ് ആണ്, പാസ്റ്റോറലിസം. അതായത് എന്താണ് നമ്മുടെ ചോദ്യം? ദ ഏർലിയസ്റ്റ് വേദിക് ലിറ്ററേച്ചർ കംസ് ഫ്രം എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏർലിയസ്റ്റ് വേദിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർലി വേദിക് ലിറ്ററേച്ചർ അല്ലേ. അപ്പോൾ ഏർലി വേദിക് ലിറ്ററേച്ചർ ഏത് പീരീഡിലായിരിക്കും? ഒബ്വിയസ്ലി ഏർലി വേദിക് പീരീഡിലായിരിക്കും അല്ലേ. അപ്പോൾ ഏർലി വേദിക് പീരീഡിൽ സൊസൈറ്റി എങ്ങനെയായിരുന്നു? പാസ്റ്ററൽ എക്കണോമി ആയിരുന്നു എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. പാസ്റ്റോറലിസം അതായത് ഇടയന്മാരായിട്ടുള്ള ജീവിതമായിരുന്നു, കന്നുകാലി പരിപാലനം അങ്ങനെയായിരുന്നു അല്ലേ അവരുടെ ഒരു ജീവിതം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, പാസ്റ്റോറലിസം. ഓക്കെ, അപ്പോൾ ഏർലി വേദിക്കിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഏർലി വേദിക് സൊസൈറ്റി വാസ് പാസ്റ്റോറലിസ്റ്റ് ആൻഡ് സെമി നൊമാഡിക് നേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following according to Kaudilya is not one of the main components of ചതുരംഗ ബല? താഴെ തന്നിട്ടുള്ളവയിൽ ചതുരംഗ ബലയുടെ മെയിൻ കോമ്പോണന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇൻഫൻട്രി, കാവൽറി, കാമൽസ്, എലിഫൻസ് എന്നിവയാണ് അവ. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് കാമൽസ് ആണ് ചതുരംഗ ബലയിലെ ഒരു മെയിൻ കോമ്പോണന്റ് അല്ലാത്തത് എന്നാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ചതുരംഗ ബല എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ചതുരംഗ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് 4 എലമെന്റ്സ് അതിൽ വരുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ 4 എണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിയറ്റ്സ്, എലിഫൻസ്, ഹോഴ്സസ്, അതുപോലെ ഇൻഫൻട്രി എന്നിവ 4 എണ്ണം ചേർന്നതാണ് ചതുരംഗ ബല എന്ന് പറയുന്നത്. ആൻഷ്യൻ ഇന്ത്യയിലെ ആ ടൈമിലുള്ള ആർമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിരുന്നു ഈ ചതുരംഗ ബല എന്ന് പറയുന്നത്. അപ്പോൾ ഒബിയസ്ലി മൗര്യൻ പീരീഡിലും ഈ ചതുരംഗ ബല ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൗഡില്യൻ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൗഡില്യൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചതുരംഗ ബല ഉണ്ടല്ലോ, അതായത് കാവൽറി, ഇൻഫൻട്രി, ചാരിയറ്റ്, എലിഫന്റ് എന്നിങ്ങനെയുള്ള ഈ ചതുരംഗ ബലയാണ് ആർമിയുടെ ഒരു മെയിൻ കോമ്പണന്റ് ആയിട്ട് പറയുന്നത്. ഇവ ഓരോന്നും പ്ലേസ് ചെയ്യുന്നത് ഓരോ കമാൻഡറിന്റെ അണ്ടറിലാണ്. അതായത് ഇവയുടെ ഓരോ ഗ്രൂപ്പിന്റെയും, അതായത് കാവൽറി ആയിക്കോട്ടെ, ഇൻഫൻട്രി ആയിക്കോട്ടെ, ചാരിയറ്റ് ആയിക്കോട്ടെ, എലിഫന്റ് ആയിക്കോട്ടെ, ഓരോന്നിന്റെയും ഒരു സൂപ്പർവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ കൗഡില്യന്റെ അർത്ഥശാസ്ത്രനെ കുറിച്ചിട്ട് ഞാൻ അഗെയിൻ പറയേണ്ടതില്ലല്ലോ അല്ലേ. അതായത് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അർത്ഥശാസ്ത്രയിൽ മെയിനായിട്ട് പറയുന്നത്. സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ് അർത്ഥശാസ്ത്ര. സപ്താംഗ തിയറിനെ കുറിച്ചിട്ടൊക്കെ അതിലാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്. സപ്താംഗ തിയറിയിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് സ്വാമിൻ, ദണ്ഡ, ജനപദ, അമാത്യ, മിത്ര, ദുർഗ, കോസ എന്നിങ്ങനെയാണ്. ഈ സപ്താംഗയെ 7 limbs ഓഫ് ദി സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ് കരികാല ബിലോങ്സ് ടു വിച്ച് ഡൈനാസ്റ്റി? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇത്. കിങ് കരികാല ഏത് ഡൈനാസ്റ്റിയിലെ വരുന്ന റൂളർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ചോള, പാണ്ഡ്യ, ഗുപ്ത, മൗര്യ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് ഓപ്ഷൻ 1 ചോള. നമ്മൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ആൻസർ ഫെമിലിയർ ആയിരിക്കും, കാരണം വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലേ അത്. കാരണം കരികാല ചോള അങ്ങനെയായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു റൂളറിനെ കുറിച്ചിട്ട് അങ്ങനെ ആളുടെ പേര് ഇങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടാവുമായിരിക്കുക, അങ്ങനെ ആയിരിക്കും. കരികാല എന്ന് മാത്രം പറയാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ആൻസർ വരുന്നത് ചോള ആണ്. ചോള റൂളർ ആയിരുന്നു ഇദ്ദേഹം. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ചോള റൂളർ ആയിരുന്നു ഇദ്ദേഹം. സംഘ കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന, അതായത് എയർലി ചോള കിങ് ആയിരുന്നു ഇദ്ദേഹം. സംഘം പീരീഡിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പീരീഡ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു പീരീഡ് ഭരണ കാലഘട്ടത്തെ കുറിച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാലും മോസ്റ്റ് കോമൺലി അക്സെപ്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് 1090 CE കാലഘട്ടമാണ്. ദെൻ ഇദ്ദേഹത്തിന്റെ ഈ പേരുണ്ടല്ലോ, കരികാലൻ എന്നുള്ള പേരിന്റെ മീനിങ് വരുന്നത് ദ മാൻ വിത്ത് ദ ചാർഡ് ലെഗ്, അതായത് CHARRED. ചാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ കരികാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ കാലുള്ളവൻ എന്നാണ് വേർഡ് മീനിങ് വരുന്നത്. അത് നമുക്ക് മലയാളികൾക്ക് എന്തായാലും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. അതെന്തിനാ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമമറേറ്റ് എ ഫയർ ആക്സിഡന്റ് ഇൻ ഹിസ് ഏർലി ഇയേഴ്സ്, അതായത് അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരികാലൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ദെൻ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പുഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം എന്ന ഒരു പോർട്ട്, അതായത് ആൻഷ്യന്റ് ഇന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പോർട്ടാണ്. ഈ പുഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് കിങ് കരികാലയായിരുന്നു. അതുപോലെ തന്നെ കാവേരി റിവറിലെ ഒരു അണക്കെട്ട്, 160 കിലോമീറ്ററോളം ലെങ്ത് ഉള്ള ഒരു അണക്കെട്ട്, അതുപോലെ കാവേരി റിവറിലെ ഒരു അണക്കെട്ട്, അതായത് എംപാങ്ക്മെന്റ് 160 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്തതും ഇദ്ദേഹമാണ്, ചോള കിങ് ആയിട്ടുള്ള കരികാല. ദെൻ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 12,000 അടിമകളെ, സ്ലേവ്സിനെ ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനും നമ്മൾ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനും എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഡിസ്കഷനിൽ കുറേയധികം പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ്സും കൂടി നിങ്ങളുടെ പഠനത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുക. താങ്ക് യു.